ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതാണ് കേട്ടോ നമ്മുടെ പാർട്ട് 3 അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ ലവ് സ്റ്റോറി സീരീസ്. ഞാൻ ഇപ്പോഴേ പറയാം, ഇതിന് ഇത്ര ലെങ്ത് കൂടുതലായിരിക്കും. ബിക്കോസ് ലാസ്റ്റ് വീഡിയോയിൽ ആൾക്കാർ പറയാറുണ്ടായിരുന്നു ഇത്ര ലെങ്ത് കൂടിയാലും കംപ്ലീറ്റ് ലവ് സ്റ്റോറി പറയണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് 3 പാർട്സ് ആയിട്ടായിരുന്നു. സോ ഇതാണ് ലാസ്റ്റ് പാർട്ട്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഫോട്ടോസും കൂടി ആഡ് ചെയ്യണമെന്ന്. സോ അന്നത്തെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാനുണ്ട്. സോ അതും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ബ്രേക്ക് എടുത്തതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ സെറായി ബന്ദിപ്പൂരാണ്. ഞങ്ങളൊരു സ്റ്റേക്കേഷനിലാണ്. സോ ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് ആ ലാസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ വൈഷു ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈഷുവിനെ വിളിക്കുന്നതാണ് പുള്ളിയുടെ പാർട്ട് പറയാൻ. പുള്ളിക്ക് എന്താണ് ഈ കാര്യത്തിനെ കുറിച്ച് പുള്ളിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് താപത്തെ വൈശാഖ് സാറിനോട് ചോദിച്ചു സാറിൻ്റെ കുട്ടിയൊക്കെ എങ്ങനെ ചെയ്യണം, കുട്ടി എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് സാറ് ഷോക്ക്ഡ് ആയിട്ട് എടാ വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കലടാ, ഞാൻ കല്യാണം കൂടി കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിർത്തിയതാണ്. സോ അങ്ങനെ കുറേ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഉള്ളത്. അപ്പോൾ വൺ ഓഫ് മൈ ബെസ്റ്റ് ടൈംസ്, എനിക്ക് നല്ലൊരു കോളേജ് ലൈഫ് ആയിരുന്നില്ല. സോ അത് പകരം വെക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു എനിക്ക് ബൈജൂസിൽ. സോ അടിപൊളിയായിരുന്നു. ഒരു കോളേജ് ആഫ്റ്റർ കോളേജ് എന്നുള്ള സീനായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന കാലം. സോ അപ്പോഴാണ് ഐഷുവും വൈശാഖ് സാറും ഇത്തിരി കമ്പനി ആവാൻ തുടങ്ങി. സോ വൈശാഖ് സാറിന് ആരോടെങ്കിലും കമ്പനി ആണെങ്കിൽ, ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് ആക്കും, കളിയാക്കും, ജോലിയിൽ മര്യാദയ്ക്ക് വൃത്തിക്ക് ജോലി എടുത്തില്ലെങ്കിൽ ചീത്ത പറയും. സോ അങ്ങനെയൊക്കെ പോകുന്ന സമയം അപ്പോൾ ഐഷുമായിട്ട് ഇത്തിരി കമ്പനിയാണ്. അപ്പോൾ ഐഷു കാണുന്നുണ്ട് എനിക്ക് പുള്ളിയോടുള്ളൊരു ചാട്ടവും. ഞങ്ങൾ ഇപ്പോഴും ഒരു ഇതിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ വൈശാഖ് സാറിനെ കാണുമ്പോൾ സർ ഓക്കെ, എന്തുണ്ട് സർ ഓക്കെ ഡൺ. സർ ആണെങ്കിൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ ഓക്കെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, അത്രയല്ല. അല്ലാതെ കൂടുതൽ വർത്തമാനങ്ങളൊന്നുമില്ല. എന്തുണ്ട് സുഖമാണ്, ഓക്കെ ഡൺ. അപ്പം ഇതൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്കും ഏകദേശം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അവൾക്കും ഒന്ന് തോന്നിയിരുന്നു പുള്ളിക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നോടൊന്ന്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാനും ഐഷുവും വൈശാഖ് സാറും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐഷു ആദ്യം അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ നാട്ടിൽ പോയി വന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നാക്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന ടൈം. അപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ എടുത്ത വഴിക്ക് ചോദിച്ചു സാർ നൽകാൻ ഇഷ്ടമല്ലേ. ഞാൻ ആകെ വയ്യാണ്ടായിട്ടോ. സാർ ആകെ ഞെട്ടി നീ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിപ്പ് വരട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഓ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റ ഓട്ടോ അവിടുന്ന്. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒന്നെങ്കിലും പുള്ളി പറയാൻ എന്നെ ഇഷ്ടമല്ല, അതോടെ ഞാൻ ചമ്മും നാണക്കേടല്ലേ, അല്ലെങ്കിൽ ഞാൻ റെസിഗ്നേഷൻ ടൈപ്പ് ചെയ്യാണ്. എന്താണ് ഫോർ ദ ബിലോ സ്റ്റേറ്റഡ് റീസൺ ഞാൻ ഇവിടുന്ന് രാജിവെക്കുകയാണെന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഓണം കെടുത്തി ഇവിടെ തിരിച്ചു വരുമ്പോൾ തല്ലിക്കൊല്ലണം ഓർത്ത് നിൽക്കുകയാണ്. അപ്പം വൈശാഖ് സാർ അവളെ കൂട്ടിയിട്ട് പോയത് കാഫറ്റീരിയയിലേക്കാണ്. അപ്പോൾ കാഫറ്റീരിയയിൽ പോകുന്ന കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇവരെ തപ്പി ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ എൻ്റെ കൊളീഗ്സാരോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞു അവരുടെ കാഫറ്റീരിയയിൽ ഇരിപ്പുണ്ടല്ലോ എന്ന്, ഐഷുവും വൈശാഖ് സാറും. അപ്പോഴത്തേക്ക് എനിക്ക് ഒന്നൊരു ടെൻഷനായി. കാരണം കുറേ നേരമായി സംസാരിക്കണം, എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഐഷു തിരിച്ച് വന്നു ഒരു കള്ളച്ചിരിയായിട്ട് അവളുടെ മുഖത്ത്. സാറാണെങ്കിൽ സാറിൻ്റെ ക്യാബിനിലേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ റെസിഗ്നേഷൻ ആയിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഒന്നും ഇങ്ങോട്ട് വന്നേ, കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സോ ബേസിക്കലി സാറ് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമൊക്കെയാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എങ്ങനെ പറയും, കാരണം എൻ്റെ പേരിൻ്റെ അറ്റത്തെ വാലായിരുന്നു പുള്ളിയുടെ പ്രശ്നം. ചില പപ്പയല്ല പുള്ളിയുടെ പ്രശ്നം, പപ്പയുടെ പേരാണ് ബേസിക്കലി. സോ പുള്ളി വിചാരിച്ചത് ഡെഫിനറ്റ്ലി അൽക്കാ മാത്യു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ക്രിസ്ത്യൻ ആണെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുക. സോ ബേസിക്കലി ഞാൻ ഒരു ക്രിന്ദുവാണ്. അതായത് എൻ്റെ അപ്പ ക്രിസ്ത്യനും അമ്മ ഹിന്ദുവാണ്. സോ അവരുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം എന്നെ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ അവരുടെ ലവ് മാരേജ് ആയിരുന്നു. സോ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എടുത്തിട്ടില്ല. ബേസിക്കലി ഞാൻ ബാപ്റ്റൈസ്ഡ് ആയിട്ടില്ല, സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഗ്രോയിങ് അപ്പ്. ആരും ഭയങ്കര അങ്ങനെ അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര അഡമൻ്റ് ആയിരുന്നല്ലേ ഓക്കെ കുട്ടി ഇങ്ങനെ വളരണം എന്നുള്ളത്. സോ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലെല്ലാം എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഒരു സൂപ്പർ പവറിലാണ് വിശ്വസിക്കുന്നത്. അതായത് ദർ ഇസ് സംതിങ് ദർ. നമുക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. സോ ആ ഒരു സൂപ്പർ പവറിൽ എല്ലാ ദൈവങ്ങളും എനിക്ക് ഒരുപോലെയാണ്. ഒരു സൂപ്പർ പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അല്ലാണ്ട് ഇന്നേ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സോ അങ്ങനെയൊക്കെ പോകുന്നില്ല. അപ്പോൾ ഐഷു പറഞ്ഞു അത് സാറ് പറയണ്ട, കാരണം അവളൊരു
അവളൊരു ക്രിന്ദുവാണ്. അതായത് ഇങ്ങനെ അപ്പ ക്രിസ്ത്യനും അമ്മ ഹിന്ദുവാണ്. അപ്പോൾ അവള് പ്രോപ്പർ ക്രിസ്ത്യൻ, റെക്കോർഡിക്കൽ ക്രിസ്ത്യൻ ആണ്, പ്രോപ്പർ ക്രിസ്ത്യാനിറ്റി എടുത്തിട്ടില്ല, ബാപ്റ്റൈസ്ഡ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ 2-3 ലഡ് പൊട്ടി കേട്ടോ. അപ്പോൾ പുള്ളി വിചാരിച്ചു, അങ്ങനെയാണോ, അപ്പോൾ പുള്ളിക്ക് ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം വീട്ടിൽ പറയുമ്പോൾ പുള്ളിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ സമ്മതിക്കാൻ വഴിയില്ല. അപ്പോൾ പുള്ളി ആ ലെവലിലാണ് ചിന്തിക്കുന്നത്. ഞാൻ ഈ ഡേറ്റിംഗ് ഫേസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ റിലേഷനിലാവുമോ എന്ന് ചിന്തിക്കുമ്പോൾ പുള്ളി മറ്റേ കല്യാണം വരെ എത്തിയിരിക്കണം. സോ അത് ഞാൻ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. പുള്ളി അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്, ഹീ സീരിയസ് അബൌട്ട് ഇത് ആലോചിച്ചപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനും ഐഷും സംസാരിക്കേണ്ട ഈ കാര്യം. ഐഷു സംസാരിച്ചു, എനിക്ക് കാര്യം അറിയാം, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പം എനിക്കിത് എന്താണിത്, ഉണ്ടോ ഇല്ലേ എന്നുള്ള എപ്പോഴും കൺഫ്യൂഷനാണ്. അങ്ങനെ പോകുന്ന സമയം. അപ്പം അത് കഴിഞ്ഞിട്ട് ഉടനെ ആയിരുന്നു ഞങ്ങളുടെ മാംഗോ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് സ്ഥലമുണ്ട്. ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു ടീം ഔട്ട് ഉണ്ടായൊരു സമയം. ടീം ഔട്ട് ഉണ്ടായത് മാംഗോ മിസ്റ്റിലാണ് വെച്ചാൽ അതിൻ്റെ പിറ്റേന്നായിരുന്നു ഞങ്ങളുടെ ടീം ഔട്ട്. അപ്പം അങ്ങനെ പോയി അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനോട് കൊടുക്കട്ടോ, ഭയങ്കര നല്ല ഫോട്ടോസൊക്കെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതിന് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, കുറേ നേരം പൂളിലൊക്കെ കളിച്ചു. അപ്പോൾ പുള്ളി ഞങ്ങളിങ്ങനെ തമ്മിൽ നോക്കുന്നുണ്ട്, ഒരു കള്ളച്ചിരിയുണ്ട്, പക്ഷെ ആരും സംസാരിക്കണില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കണില്ല ഇതിനെക്കുറിച്ച്. ഭയങ്കര എന്തോ ഒരു ചടപ്പും ഒരു നാണമൊക്കെ. അപ്പം അങ്ങനെ പോയി. അപ്പം അന്ന് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഫുൾ ടീം ഇരുന്നിട്ട് അന്താക്ഷരി കളിക്കാനുണ്ട്. അന്താക്ഷരി കളിക്കണു. ഞാനാണെങ്കിൽ കട്ട അർജിത് സിംഗ് സോനു നിഗം ഫാനാണ്. പുള്ളി അങ്ങനെ തന്നെ. പുള്ളിയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് അർജിത് സിംഗ് സോങ്സ് പാടിക്കൊണ്ടേയിരിക്കണു, സോനു നിഗം സോങ്സ് പാടണു. അപ്പം പിന്നെ കൂടുതൽ ഇംപ്രസ്ഡ് ആയില്ലോ. നമ്മുടെ എല്ലാ ബ്രൗണി പോയിന്റ്സും കൂടുതൽ ബ്രൗണി പോയിന്റ്സ് ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാ ചെക്ക് ബോക്സും ചെക്ക് ചെയ്യാനുണ്ട് പുള്ളി. അപ്പോൾ പുള്ളിയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പാടണം, നല്ല സൗണ്ടാണ്, നല്ല വോയിസ് ആണ് വൈശാഖ് സാറിൻ്റെ. അപ്പം പുള്ളി നല്ലോണം പാടുന്നു. പുള്ളി ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണുണ്ടോ എന്തൊക്കെയൊക്കെയോ, പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഫേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി എന്ന് പറയുമ്പോഴത്തേക്കും പാതിരാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു 1-2 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മലയാളീസിൻ്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. സോ അവരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഡംഷറാജ് കളിക്കുകയാണ് എല്ലാവരും. നമ്മൾ മലയാളീസ് എല്ലാം. ഡംഷറാജിലും പുള്ളി അടിപൊളി, എല്ലാ സിനിമയും പുള്ളിക്ക് അറിയാം. ഞങ്ങൾ ഓഫ്കോഴ്സ് ഓപ്പോസിറ്റ് ടീമിലായിരുന്നു, ഞാനും വൈശാഖ് സാറും. അപ്പോൾ ഐഷു ഞാനൊക്കെ ഒരു ടീമിൽ, വൈശാഖ് സാറൊക്കെ ഓപ്പോസിറ്റ് ടീമിൽ. അപ്പം ഞാനൊരു പേര് പുള്ളിയെടുത്ത് ഞാനാണ് കേട്ടോ, ഞാനൊരു പേര് പറയാൻ പോയി. പുള്ളിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആകെ ഒരു എന്തൊക്കെയാണ് നമുക്കൊരു ടിംഗ്ലിങ് ഫീലിങ്ങോ ഒരു വിറയലോ അങ്ങനെയൊക്കെ വരില്ലേ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഡംഷരാജ് കളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ സിനിമ പേര് പറഞ്ഞു. പുള്ളിയാണെങ്കിൽ അഭിനയിക്കുന്നു, അതുപോലെ തന്നെ വേറെ ആര് അഭിനയിച്ചാലും പുള്ളി ഇങ്ങനെയാണ് സിനിമാ പേരൊക്കെ പറയുന്നത്. അപ്പം ഭയങ്കര അഗൈൻ ബ്രൗണി പോയിന്റ്സ് ഞാൻ കൊടുത്തോണ്ടിരിക്കുക. എനിക്കിത് ഇല്ലതേ ബ്രൗണി പോയിന്റ്സ് കൊടുക്കാൻ, ആ അവസ്ഥയിലെത്തി. അത് കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഫൈനലി അപ്പോഴാണ് ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി സമയം കിട്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ പോയി വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർച്ചാർഡാണോ പറയുക, ഓർച്ചാർഡ് അറിയാം, ഐ തിങ്ക് ഇറ്റ്സ് എൻ ഓർച്ചാർഡ്. സോ അങ്ങനെ ഒരു ഗ്രൗണ്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ പോയി. അപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ സംസാരിച്ചു. റാൻഡം തിങ്സ്, ഇതിനെക്കുറിച്ചൊന്നുമല്ല നമ്മുടെ റിലേഷൻഷിപ്പ് കല്യാണം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ റാൻഡം തിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മളുടെ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് കുറേ സംസാരിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു, പുള്ളീനെ എനിക്ക് ലൈഫിലുണ്ടാവണം. കാരണം അത്രയും ഭംഗിയുള്ളൊരു ടോക്കായിരുന്നു അത്. അങ്ങനെയൊരു കണക്ഷൻ, അങ്ങനെയൊരു സംസാരം ഞാൻ ജീവിതത്തിൽ ആരുമായിട്ടും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. സോ ദ കണക്ട് വാസ് അൺബിലീവബിൾ. ആ ഒരു എന്തൊക്കെയൊക്കെയോ ഭയങ്കര എല്ലാം കൂടി ദ യൂണിവേഴ്സ് ഇസ് കോൺസ്പയറിങ് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്ന് പറയില്ലേ. അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ ടീമിലാവാനും വേറൊരു ടീമിലേക്ക് ഞാൻ പോയതാണ്. പുള്ളി അന്ന് ലീവ് ആവാനും ഞാൻ പുള്ളിയുടെ ടീമിലേക്ക് വരാനും എല്ലാം ഒരു ദ ഹോൾ യൂണിവേഴ്സ് വാസ് കോൺസ്പയറിങ് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്നുള്ള തോന്നൽ അന്ന് എനിക്ക് വന്നു കേട്ടോ. ദ കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് വി ഹാഡ് വാസ് എപ്പിക്. ലൈക്ക് ഞങ്ങൾ റാൻഡം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, നത്തിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, എല്ലാം അബൌട്ട് ദ പാസ്റ്റ്. പുള്ളിയുടെ എക്സ്പീരിയൻസസ് പറയണു. ആൻഡ് പുള്ളി വർത്തമാനം പറഞ്ഞ് കേട്ടിരിക്കാൻ എന്ത് രസമായിരുന്നു അറിയോ. അപ്പം എനിക്ക് ഭയങ്കര ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ഓക്കെ, എനിക്ക് പുള്ളീൻ്റെ കൂടെ ജീവിച്ചാൽ അടിപൊളിയായിരിക്കും എൻ്റെ ലൈഫ് എന്നെനിക്ക് തോന്നിയ സമയം. അപ്പം ഞാൻ വന്നിട്ട്
അപ്പോൾ അത് കഴിഞ്ഞു. ഏർലി മോർണിംഗ് വരെ നമ്മൾ നടന്നുകൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഞാൻ ആദ്യം ഐഷു അടുത്ത് പറഞ്ഞത്, ഐഷു ദർ സംതിങ് ഹിയർ, എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടപ്പെടണടാ, എനിക്ക് പറ്റണില്ല, ഐ കാൺട്ട് ഹോൾഡ് ബാക്ക്. കാരണം ഇത് എനിക്ക് ഹോൾഡ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എനിക്ക് ഒരു ദിസ് ഇസ് വാട്ട് ഐ എം ഫീലിംഗ്, അപ്പോൾ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഐഷ പറഞ്ഞത്, ഐഷ വാസ് വെരി പോസിറ്റീവ് അബൌട്ട് ഇട്ടോ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവള്. പക്ഷെ അവൾ ആകെ പറഞ്ഞത്, എടാ പുള്ളി മാനേജറാണ്, അതുകൊണ്ട് നിനക്ക് ഉറപ്പല്ലേ പുള്ളിക്കും ഇത് തന്നെയാണ് തോന്നുന്നത്. അവൾ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. ബിക്കോസ് ഞങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി അവളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതേ സീരിയസ്നെസ്സിൽ തന്നെയാണ് അവളോടും പറയാം. എനിക്കും ഡൗട്ട് ഉണ്ടാവും, പുള്ളി സീരിയസ് ആണോ എന്താണിത് എന്നുള്ള രീതിയിൽ. ഐ മീൻ ആരാണെങ്കിലും അവളുടെ പൊട്ടൻഷ്യൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാൻ പോണ ആൾ സീരിയസ് ആണോ എന്നുള്ള ഞാനും ഇവാലുവേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ അവളും ചെയ്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു പേടിയായിരുന്നു, എനിക്കും പേടിയുണ്ട് മനസ്സിൽ, പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാക്ട്ലി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുള്ളി എന്നെ പറ്റിക്കുകയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ബട്ട് ഐ വോണ്ട് ടു ജമ്പ് ഇൻ ടു ദിസ്. ഇതൊരു ഓഷനാണ്, ഞാൻ അതിൻ്റെ നടുക്കോടാണ് അടുത്ത് ചാടാൻ പോണേ. ബിക്കോസ് ഞാനൊരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ് വന്ന സമയമാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്കറിയാം. അതിൻ്റെ ഇമോഷൻസിലൂടെ എല്ലാം ഞാൻ ഗോ ത്രൂ ചെയ്തു, അതിൽ നിന്ന് റിക്കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉടനെയാണ്, വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് ആണ് ഇത്. അപ്പം ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഇത് വേണം എന്ന് തോന്നിയിട്ടില്ല. ഞാൻ വാശി പിടിക്കുന്ന പോലത്തെ ഒരു റിലേഷൻ. അപ്പോൾ എനിക്കിത് ഫെയിൽ ആവട്ടെ, ഇറ്റ്സ് ഓക്കെ, പക്ഷെ എനിക്കിത് ചെയ്തേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഐഷു എൻ്റെ റെസിലിയൻസും എൻ്റെ ആ ഒരു എഡമെൻ്റ് ആയിട്ടുള്ള നേച്ചറും കൊണ്ട് അവളും പറഞ്ഞു, എടാ ഡെഫിനറ്റ്ലി നീ ഗോ ഫോർ ഇറ്റ്, പക്ഷെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു അവള്. പിന്നെ ഞാൻ ടീമിലെ എൻ്റെ കുറച്ച് പേരെ ഡിസ്കസ് ചെയ്തു, ടീമിലെ അല്ല പുറത്തെ ടീമിൻ്റെ പുറത്തുള്ള നമ്മളുടെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള തഡുവിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തു. പുള്ളിയും പറഞ്ഞു, നീ യു ആർ ജമ്പിങ് ഇൻ ടു ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ, അപ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം ഓൾറെഡി നിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഐ മീൻ സ്റ്റിൽ ഫൈൻ, പക്ഷേ സൂക്ഷിച്ച് വേണം, കാരണം പുള്ളി മാനേജറാണ്, പുള്ളിക്ക് എന്തും ചെയ്യാം എന്നുള്ള. അപ്പം എല്ലാവരും എന്നെ പറഞ്ഞ് പേടിച്ചിട്ടുള്ളൂ. അപ്പം എനിക്കിങ്ങനെ പോസിറ്റീവായിട്ട് എവിടെ നിന്നും കിട്ടിയില്ല. ലൈക്ക് ആടാ നീ ചെയ്യടാ, അടിപൊളിയല്ലേ, പുള്ളി അടിപൊളിയല്ലേ, അങ്ങനെ പുള്ളി അടിപൊളിയാണെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ഞാനും പുള്ളിയും അടിപൊളിയാവോ, ഒത്തു പോവോ, ഇത് എത്ര നാൾ പോകുമെന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത്. ആൻഡ് എവ്രി വൺ വാസ് ഡൗട്ട്ഫുൾ കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റ ആളുടെ നിർബന്ധത്തിലാണ് ഞാൻ ഇതിലേക്ക് എടുത്തു ചാടിയത്. അതും പറയണമല്ലോ, ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഐഷുവിന് മനസ്സിലായി ഞാൻ സീരിയസ് ആണെന്ന്. അപ്പോൾ ഐഷൂർ ഉണ്ടായിരുന്ന ഒരേ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ലൂസ് ചെയ്യുമോ. കാരണം ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തോരം നമ്മൾ ഇൻവെസ്റ്റഡ് ആവും, എസ്പെഷ്യലി ഇനീഷ്യൽ ഡേയ്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ കപ്പിൾ ഓഫ് മന്ത്സ് ഓഫ് ദ റിലേഷൻഷിപ്പ്. നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരിക്കുമല്ലോ അവിടെ. നമുക്ക് വേറെ ഒന്നിനും സമയമില്ല, നമ്മൾ വേറെ ലോകം ഒന്നും കാണില്ല, ഓൺലി ആ ഒരാളും നമ്മളും. അങ്ങനെ ആയിരിക്കുമല്ലോ, ഭയങ്കര സെൽഫിഷ് ആവും, ഭയങ്കര എന്താ പറയുക, അതിലേക്ക് മാത്രം ഒതുങ്ങി പോവുമല്ലോ നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്ക്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ബട്ടർഫ്ലൈസ് ഇൻ യുവർ ടമ്മി, ആ ഒരു ടിംഗ്ലിംഗ് ഫീലിംഗ്, അതൊക്കെ ആയിട്ട്. അപ്പോൾ ഐഷുവിന് അതായിരുന്നു പേടി, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ലൂസ് ചെയ്യുന്നു പറഞ്ഞാൽ അവൾ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അവൾ ഇത്തിരി പറയാൻ തുടങ്ങിയത്, അത് വേണോ, ഇത് ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എന്താ പറയുക, ഒരിത്തിരി പിന്തിരിപ്പിക്കാനല്ല, പക്ഷെ അവൾ എന്നെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആക്കാൻ തുടങ്ങി. അപ്പം ഞാനും പറഞ്ഞു, ഇല്ലടാ എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് വാശാണ്. അങ്ങനെ ഞങ്ങൾ അടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അടിയായിട്ട് ഡോറൊക്കെ വലിച്ചടിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ മാംഗോ മിസ്റ്റിൽ വെച്ച് ആ ഒരു കണക്ട് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ പിന്നെ ഭയങ്കര ടെക്സ്റ്റിംഗ് ആണ് കേട്ടോ, അങ്ങനെ മാസങ്ങളോളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ജൂണിൽ ജോയിൻ ചെയ്തു, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ഔട്ടിങ് ഉണ്ടായത്. ഓഗസ്റ്റ് തൊട്ടേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി, ടെക്സ്റ്റിംഗ് ആണ്. പിന്നെ ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ പുള്ളിയോട് ഫുൾ ടൈം എന്ന് വെച്ചാൽ ഫുൾ ടെക്സ്റ്റിംഗ് ആണ് രാവിലെ വരെ. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകുന്ന വരെ ടെക്സ്റ്റിംഗ് ആണ്. ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി യെസ് സർ, ഓക്കെ സർ, പണിയെടുക്കാം സർ എന്നുള്ള സീനാവട്ടെ. കാരണം ആരും അറിയാൻ പാടില്ല ടീമിൻ്റെ ഉള്ളിൽ, എസ്പെഷ്യലി ഒരു മാനേജർ ടീംമേറ്റിനെ ഇങ്ങനെ റിലേഷൻ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗൻസ്റ്റ് അല്ലേ, എത്തിക്സിന് എഗൻസ്റ്റ് ആണ്, പിന്നെ കമ്പനി പോളിസിക്ക് എഗൻസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മളത് ഭയങ്കര അണ്ടർ ദ റാപ്സ് വെക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് HR പോളിസി ആവും, ആകെ സീനാവും. അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. സോ നമ്മൾ ഓഫീസിൽ നിന്നൊന്നും ഒരു ഇതുമില്ല. പക്ഷെ ടെക്സ്റ്റിംഗ് അത് അല്ലാത്ത സമയത്ത് ഫുൾ ടൈം നമ്മൾ ഫോണിലാണ് ടെക്സ്റ്റിംഗ്. അപ്പോൾ ഐശ്വര്യമായി കാണുമ്പോൾ അവൾക്കൊരു ഇറിറ്റേഷൻ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം ഞങ്ങൾ ബൈജൂസിലേക്ക് വന്നപ്പോൾ ഒരു പാക്ട് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ ലവ് സ്റ്റോറി ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബ്രേക്കപ്പ് സ്റ്റോറി ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ, വേറെ ഒരു മനുഷ്യനും അറിയാത്ത കാര്യങ്ങൾ ഐശ്വര്യനാണ് അറിയാം. അപ്പോൾ അവളുടെ തിരിച്ച് അങ്ങനെ എനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് മൈ മനസാക്ഷി സൂക്ഷിപ്പുക, അങ്ങനെയല്ലേ പറയാം, മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയില്ലേ, ആ സാധനം കേട്ടോ ഐശ്വര്യൻ്റെ. തിരിച്ച് ഞാൻ അവളുടെ.
അപ്പോൾ എന്താണ്, അപ്പം ഞാൻ ജീവിതത്തിൽ ആരോടും പറയാത്ത കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഐശ്വനാണ് അറിയുക. അപ്പം അവൾക്ക് എന്നോട് ഇനഫ് ടൈം കിട്ടണില്ല. എന്താണ്, അപ്പോൾ അവൾക്കും ഡെഫിനറ്റ്ലി ഒരു ദേഷ്യം വന്നു തുടങ്ങി. താൻ ഫുൾ ടൈം ഫോണിലാണ്, താൻ കെയർഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അടിയാവുന്നതും. പക്ഷെ എനിക്കത് നിർത്താനും പറ്റുന്നില്ല, കാരണം ഐ എം വെരി ഇൻവോൾവ്ഡ് ഹിയർ. അങ്ങനെ അപ്പം ആ സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ, ഞങ്ങൾ ഓഫീസിൽ വെച്ച് അങ്ങനെ കാണാൻ പാടില്ലല്ലോ, പക്ഷെ വൈശാഖ് സാറിന് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഞാൻ ഇരിക്കണ ആ ഒരു ബേയിലൂടെ ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണും കൊണ്ട് കാണില്ല, കാരണം ആരും കാണാൻ പാടില്ലല്ലോ, സംസാരിക്കാനേ കാണാനും പാടില്ല. അപ്പം ഇങ്ങനെ പറയും, ബാ കോഫിക്ക് പോവാന്നുള്ളതാണ് വിളിക്കണേ. ഇങ്ങനെ കണ്ണും കൊണ്ടാണ് സംസാരം, ഫുള്ള് കണ്ണിലാണ്, കണ്ണും നോക്കിയിട്ടാണ് ഞങ്ങളുടെ സംസാരം. അല്ലാണ്ട് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുകയൊന്നുമില്ല. പുള്ളി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്ന് കാണിച്ചിട്ട് പോകും. അപ്പോൾ സാർ ആദ്യം ഇറങ്ങി പോവും. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എടാ ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് മുങ്ങും. അപ്പോൾ ഐഷുവിനറിയാം ഞാൻ എങ്ങോട്ടാണ് പോകണത്, സാറിൻ്റെ കൂടെ ചായ കുടിക്കാനാണ് പോണേ താഴെ എന്നറിയാം. കാരണം അവിടുത്തെ കാഫറ്റീരിയയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണുമല്ലോ, കാരണം ഈ കുരിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിട്ട് ഇരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ താഴെ ചായ പോയിന്റ് ഉണ്ട്, അവിടെ താഴെ പോയിട്ട് CCDയോ ചായ പോയിന്റോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഒരു കോഫിയൊക്കെ കുടിച്ച് എന്നും. അപ്പം ഇതൊരു സ്ഥിരം ശീലമായി കേട്ടോ. എന്നും ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും പോകും. ഒരിത്തിരി ഇരുട്ട് വീഴും, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ അങ്ങനെ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ പോവും. എൻ്റെ ഒരു കോഫിയൊക്കെ കുടിച്ച് 1/4-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. ആ സമയത്ത് ഞങ്ങൾ കുറേ വർക്കിനെ കുറിച്ചായിരിക്കും ഒരു ഡിസ്കഷൻ. ഞങ്ങളുടെ വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ടൈംസ് എവർ ആയിരുന്നു അത്. ഓഫ്കോഴ്സ് കല്യാണം കഴിഞ്ഞിട്ടുള്ള പീരീഡ് ഒഴികെ, അതിന് മുന്നത്തെ കറണ്ട് പോയിട്ടോ. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് ആയിരുന്നു ആ ഒരു സമയം. ഞങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും പോയിട്ട് ചായ കുടിക്കാൻ പോവുക, ആരും കാണരുത്, ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ടൈം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കോഫി കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും വൈഷ്ണവനോട് പറഞ്ഞു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ചെറുക്കന്മാരെ പോലെ ഈ പിന്നാലെ നടന്ന് എന്താണ് നമ്മൾക്ക് ഭയങ്കര ഭ്രാന്താക്കി അങ്ങനെ ചെയ്യാണ്ട് വെരി സ്ട്രേറ്റ് ഫോർവേഡ്, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പരിപാടികൾ? അപ്പം ഞാനിങ്ങനെ ആകെ ബ്ലഷ് ചെയ്യാറ് കേട്ടോ. ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇറ്റ് വാസ് എ വെരി സ്വീറ്റ് ആൻഡ് വെരി നോർമൽ പ്രപ്പോസൽ വിച്ച് ഐ വാണ്ടഡ്. ലൈക്ക് എനിക്കിങ്ങനെ ഭയങ്കര എക്സ്ട്രാവിഗൻ്റ് ആക്കണമെന്ന് ഇഷ്ടമല്ല. എനിക്ക് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് മൊത്തം ഒരു കാര്യമാണ്, എനിക്ക് തന്നെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഞാൻ തിരിച്ച് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ ഐ ലവ് യു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇപ്പം എന്താണ് ഭാവി. കാരണം പുള്ളിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹി നോസ് ദാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ എന്നുള്ളത്. കാരണം ഞാൻ എല്ലാ രീതിയിലും കാണിക്കുന്നുണ്ട്, ഐ ആം സ്വൂണിങ് ഓവർ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഡേയ്സ് എവർ. അപ്പോൾ അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞു, ഐ വാസ് വെരി എക്സൈറ്റഡ്, ഐ വാസ് ബ്ലഷിങ് ത്രൂ ഔട്ട്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ എനിക്ക് ജോലി എടുക്കാനും പറ്റുന്നില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത് ഐഷു കൊടുത്ത് പറയാൻ വേണം. അങ്ങനെ ഞാൻ ഓടിപ്പോയി ഐഷു കൊടുത്ത് പറഞ്ഞു. അങ്ങനെ ഷി വാസ് ഓൾസോ ലൈക്ക് അടിപൊളി, ഓക്കെ ഡാ, അങ്ങനെ അപ്പോൾ നിങ്ങൾ സെറ്റ് ആവുകയാണല്ലേ, ഞാൻ ആരേ ശശിയല്ലേ. പക്ഷേ ഷീ ഈസ് വെരി ഹാപ്പി ഫോർ മീ, ഷീ ഈസ് വെരി എക്സൈറ്റഡ് ഫോർ മീ, എൻ്റെ സന്തോഷം കണ്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഷു എന്നെ ഒരു ഡേറ്റിന് വിളിച്ചു. ലൈക്ക് പിന്നെ വൈശാഖ് സാറ് മാറിയിട്ട് ഞങ്ങൾ പൊന്നു എന്നൊക്കെയാണ് വിളിക്കുക. പിന്നെ ബേബി ബൂ എന്നൊക്കെ വിളിച്ചിരുന്നത്. ഐഷു എന്നെ ഇപ്പോഴും കളിയാക്കും കേട്ടോ, ബേബി ബൂ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാലോ പല നെയിംസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയം. അപ്പോൾ അപ്പോഴാണ് വൈശാഖ് സർ എന്നെ ഒരു ഡേറ്റിന് വിളിക്കണേ. ലൈക്ക് എൻ്റെ ഫസ്റ്റ് എവർ ഡേറ്റ് വിത്ത് ഹിം. അതിൻ്റെ പിക്ചേഴ്സ് ഞാനിവിടെ കൊടുത്തേക്കാട്ടോ, വെരി സ്വീറ്റ് മെമ്മറീസ്. അപ്പോൾ അങ്ങനെ അതിന് തൊട്ട് മുന്നേ, ഡേറ്റിന് തൊട്ട് മുന്നെയാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പിക്ചർ, എൻ്റെയും വൈഷുവിൻ്റെയും ഫസ്റ്റ് എവർ പിക്ചർ ടേക്ക്. അത് ഐഷു തന്നെയാണ് എടുത്തു തന്നിട്ടുള്ള ആ ഫോട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ ധീരചേട്ടനെ കുറിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ 2 എപ്പിസോഡ്സും കണ്ടിട്ട് വേണം ഇത് കാണാൻ. സോറി, ആദ്യം പറയാൻ മറന്നുപോയി. അപ്പം ധീരചേട്ടനൊരു സംശയമുണ്ട് എന്നെ. എന്താണ്, ധീരചേട്ടൻ എൻ്റെ ചേട്ടനെ പോലെയാണ് അപ്പം അപ്പോഴും ഇപ്പോഴും. അപ്പോൾ ധീരചേട്ടൻ എന്താണ് ഇവർ തമ്മിലൊരു ചുറ്റിക്കളി എന്നുള്ള എനിക്കാണെങ്കിൽ ഇത് ആരോടും പറയാൻ പറ്റില്ല. കാരണം പുള്ളിയെടുത്തൊക്കെ പറഞ്ഞാൽ പുള്ളി കൊല്ലും. പുള്ളി നീ എന്താലോചിച്ചിട്ടാണ് മാനേജറിനെ കയറി പ്രേമിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആകെ സീനാവും. എന്നുവെച്ചാൽ അങ്ങനെയല്ലേ പുള്ളി തന്നെ പറ്റിച്ചാലോ എന്നുള്ള സീനിലായിരിക്കും പുള്ളി പറയണേ. ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ, ധീരചേട്ടനും വൈഷവും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്നാലും പുള്ളി ഭയങ്കര കൺസേൺഡ് ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കാര്യം കേട്ടോ. ഡെഫിനറ്റ്ലി എൻ്റെ കാര്യം പെങ്ങളെ പോലെ കാണുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആ ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി പുള്ളി എടുത്ത്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് പറയാം, പക്ഷെ ചേട്ടന്മാരായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്കിത്, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇത് അവരുടെ അടുത്ത് നിന്നൊക്കെ ജസ്റ്റ് ആയിട്ട് ഈ ചാച്ചൻ, ധീരചേട്ടൻ, പിന്നെ ഹരിചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ നൈസായിട്ട് ഇത് മറച്ചു വെച്ചു. ഐഷു, തഡു എന്നെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അവരൊക്കെ അറിയാം. അപ്പോൾ ടീമിൽ പക്ഷെ ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയം ആർച്ചിക്ക് അറിയാം. ആർച്ചി ഞങ്ങളുടെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ ആർച്ചിക്ക് വെരി ഗുഡ് ഫ്രണ്ട്. അപ്പോൾ അവൾക്കും അറിയാം ഈ കാര്യം.
അപ്പോൾ അങ്ങനെ പോകുന്ന സമയം അപ്പോൾ പുള്ളി ആ സമയത്താണ് ഓണം. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ധീരജേട്ടന് ഭയങ്കര സംശയം. അങ്ങനെ ധീരജേട്ടനാണ് കൺഫ്രണ്ട് ചെയ്തു എന്താണ് സംഭവം. അപ്പോൾ ഞാൻ ധീരജേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ധീരജേട്ടൻ ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ, പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. പുള്ളി ആകെ വണ്ടടിച്ചു പോയി. പക്ഷേ ഹി വാസ് വെരി ഹാപ്പി കേട്ടോ. പുള്ളി പറഞ്ഞു അടിപൊളി, ഇറ്റ് ഷുഡ് ഹാപ്പൻ, ലൈക്ക് ഹാർട്ട് ബ്രോക്കൺ ആവരുത്. എന്നിട്ട് പുള്ളി പോയിട്ട് വൈശാഖ് സാറിനോട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എടാ സീരിയസ് ആയിരിക്കണം കേട്ടോ, വെറുതെ അവളെ പറ്റിക്കാൻ നിൽക്കുന്നതൊക്കെ വെരി സ്വീറ്റ് ഓഫ് ഹിം. അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വൈശാഖ് സാർ എന്നെ ഒരു ഡേറ്റിന് വിളിക്കണം, നമ്മുടെ ഫസ്റ്റ് എവർ ഡേറ്റ്. അതിൻ്റെ ഫോട്ടോസ് ഞാനവിടെ കൊടുത്തേക്കട്ടോ. വെരി സ്വീറ്റ് മെമ്മറീസ്. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേറ്റിംഗ് ഫേസ് ആണ് കേട്ടോ ആ സമയത്ത് നടക്കണം എൻ്റെയും വൈശാഖ് സാറിൻ്റെയും. ഞങ്ങളിങ്ങനെ പുറത്ത് പോവും, ലഞ്ചിന് പുറത്ത് പോവും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഓഫീസിൽ വരിക. ഞാൻ ചില സമയത്ത് പുള്ളിയുടെ ഫ്ലാറ്റിൽ പോവും, എന്താണ് എൻ്റെ അവിടെ നിന്ന് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും തിരിച്ച് ഓഫീസിലേക്ക് വരിക. സോ അങ്ങനെ പോകുന്ന സമയം ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫേസ്. ആ സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടോ, ഞാനും ഐഷും ആർച്ചയും. സോ ഞങ്ങൾ 3 പേരും കൂടി ഫ്ലാറ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ രാത്രി ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് 11-11:30 ആവുമല്ലോ. ആ സമയത്ത് വൈശാഖ് സാറിൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ട്. സോ ബൈക്കിൽ കൊണ്ടാക്കും എന്നെ, ടെമ്പോയിൽ പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ടീമൊക്കെ മെല്ലെ മെല്ലെ അറിയാൻ തുടങ്ങി. എവ്രി വൺ ഇസ് അഗെയിൻസ്റ്റ്, ലൈക്ക് എല്ലാവരും പറയണേ ഇതൊന്നും നടക്കാനൊന്നും പോകണില്ല, സാറിന് വേറെ ആരെയും ബെറ്റർ ഒന്നും കിട്ടിയില്ലേ എന്നുള്ള സംസാരമാണ് ഞാൻ കേൾക്കാനായിട്ട്. അതായത് ഞാൻ പുള്ളീനെ തേക്കുന്നുള്ള മട്ടിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ പറയുന്നുണ്ട് ഞാൻ പുള്ളീനെ തേക്കുന്നു, ചിലർ പറയുന്നുണ്ട് പുള്ളി എന്നെ തേക്കുമെന്ന്. അപ്പം അപ്പം പക്ഷെ നമുക്ക് രണ്ടുപേരുടെ തമ്മിലുള്ള എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കെമിസ്ട്രി അവർക്ക് തമ്മിൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. സോ അത് ഇസ് എ ഗിവൻ. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ വല്ലാണ്ട് ആരും ഇടപെടരുത് എന്ന് പറയുന്നത്. സോ അങ്ങനെ പോകുന്ന സമയം നമ്മളിങ്ങനെ ഈ ഗോസിപ്പൊക്കെ കേട്ട് നമ്മളിങ്ങനെ ചിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ തമ്മിലൊക്കെ പറഞ്ഞിട്ട്. സോ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് ഫേസിലേക്ക് കൊണ്ടുപോകണമല്ലോ, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമല്ലോ. കാരണം നമ്മൾ ഏകദേശം സെറ്റാണെന്ന് അറിയാം, അടിപൊളി ഡേറ്റിംഗ് ഫേസ് ആയിരുന്നു, അപ്പോൾ മൊത്തത്തിൽ കോമ്പാറ്റബിൾ ആണ്. അപ്പം ഇനി ഇത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്താണ്, ഇനി വീട്ടുകാരുടെ അവതരിപ്പിക്കണം. അതാണല്ലോ ഏറ്റവും വലിയ കടമ്പ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണപ്രായം ആവുന്ന സമയം. എനിക്ക് 22 years ആണ്, പുള്ളിക്ക് അപ്പോൾ 24 years ആണ്. അപ്പോൾ ആ സമയത്ത് വൈശാഖ് സാറ് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അപ്പം ഇതിനൊക്കെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് ഞങ്ങൾക്കൊരു TV പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. TV എന്താണ് മീഡിയ വന്നിട്ട് ഞങ്ങളുടെ ബൈജൂസിൻ്റെ ഓണം എന്ന് പറഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ ഷോട്ട്സ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് വൈശാഖ് സാറിൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ടായി. ഞാനും വൈഷുവൊക്കെ അച്ഛനും അമ്മയുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായി. ആ സമയത്ത് വൈഷു എലീറ്റ പ്രോമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റിലാണ് നിൽക്കണേ. അജയ് ചേട്ടനൊക്കെ ഒപ്പം. അജയ് ചേട്ടൻ ഇസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് us. അപ്പോൾ അജയ് ചേട്ടനൊക്കെ ഒപ്പം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും. ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്യ തന്നു. രാത്രി ഡിന്നർ അവിടെ നിന്നായിരുന്നു, സദ്യ ആയിരുന്നു കേട്ടോ. ഓണം സെലിബ്രേഷൻ്റെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അച്ഛനും അമ്മേനെ. അപ്പം നെക്സ്റ്റ് അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്, എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഷു അച്ഛനും അമ്മേനെയും കാണാൻ പോവുകയാണ് ഒരു വീക്കെൻഡ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ അച്ഛനും അമ്മേനെയും കാണാൻ പോവുകയാണ്, അപ്പോൾ അമ്മയുടെ അടുത്ത് അവതരിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് അവതരിപ്പിക്കണം ആകെ ടെൻഷൻ. കാരണം ഇതൊരു പ്രശ്നമാവും. കാരണം എൻ്റെ പേര് സൽക്ക മാത്യു. അപ്പോൾ എത്ര പറഞ്ഞാലും കുടുംബക്കാരോട് ഇത് കല്യാണം വരെ എത്തിയാൽ കുടുംബക്കാരോട് അവതരിപ്പിക്കുമ്പോഴത്തേക്കും അൽക്ക മാത്യു എന്നാണ് കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ക്രിസ്ത്യൻ കുട്ടിയാണ്, ഓക്കെ ഇന്റർ റിലീജിയൻ ആണെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതൊരിത്തിരി പ്രശ്നം. കാരണം ഇവരൊരു നായർ ഫാമിലിയാണ്. ഞാൻ ഇവിടെ കാസ്റ്റിസം എന്താണ് റിലീജിയനൊന്നും അല്ല കേട്ടോ പറയണം. ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം, എൻ്റെ ലൈഫിലുണ്ടായ സംഭവം പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ വൈശാഖ് സാർ പോയി. അപ്പം ഞങ്ങളിങ്ങനെ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. കാരണം പുള്ളി വീട്ടിൽ പറഞ്ഞിട്ട് സെറ്റാവുമെന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് സെറ്റാക്കാൻ അമ്മേനെ അപ്പേനെ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പയമ്മയെ അപ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർ ഭയങ്കര അടിപൊളി ലീനിയൻ പേരൻസിനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് മാറ്റർ അല്ലേ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി പേരൻസ് ഭയങ്കര ഒരു 10,000 പ്രാവശ്യം ആലോചിക്കുമല്ലോ. സോ ആ ഒരു കൺസേണിൽ ഇതെത്ര ഈസി ആവുമോ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വൈശാഖ് സാറിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ തിരിച്ച് നിന്നെ നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നിട്ട് എന്നെ വിളിച്ചു ക്യാബിനിലേക്ക് വിളിച്ചിട്ട് പുള്ളി പറയുകയാണ്, ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അമ്മ അച്ഛാ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇങ്ങോട്ട് ചോദിച്ചു, ആ കുട്ടിയുടെ കാര്യമാണോ നമുക്ക് പറയാനുള്ളതെന്ന്. ദാറ്റ് വാസ് വെരി സർപ്രൈസിങ് കേട്ടോ. ആ കുട്ടിയുടെ കാര്യമാണോ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതെ, അൽക്ക എന്നല്ലേ അവളുടെ പേര്. അതെ. അപ്പം അമ്മ പറഞ്ഞു നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആക്ച്വലി ന്യൂ സംതിങ്. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം എനിക്കറിയില്ല, ഈ അമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു കഴിവുണ്ടല്ലോ മക്കളുടെ എല്ലാ
വികാരങ്ങളും നോട്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുമല്ലോ. മക്കൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അമ്മമാർ. ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി അമ്മയുടെ മനസ്സിൽ തോന്നിയിരുന്നു അത്രേ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവളുടെ കാര്യമല്ലേ, മിടിക്കുകയാണല്ലോ, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വൈഷു പറയണേ, ഇല്ല അമ്മ, അവളിങ്ങനെ കൃന്തുവാണ്, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല അത്. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് അമ്മ ഓക്കെ. അപ്പോൾ അമ്മയും അച്ഛനും, അച്ഛനാണെങ്കിലും ഓക്കെ, അമ്മയാണെങ്കിലും ഓക്കെ. അപ്പോൾ അവരുടെ വീട്ടിൽ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ അതറിഞ്ഞ പാടി എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം അതായിരുന്നു ഒരു മേജർ ഹേർഡിൽ. പിന്നെയുള്ളത് മേജർ ഹേർഡിൽ എൻ്റെ വീട്ടിൽ സംസാരിച്ച് അവതരിപ്പിച്ച് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു സന്തോഷമായല്ലോ. ഞാനാണെങ്കിൽ അപ്പയുടെ അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിൽ ഇത് റെഡിയാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിച്ച് ശരിയാവില്ലല്ലോ, നേരിട്ട് തന്നെ സംസാരിക്കണ്ടേ. ആ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാം എൻ്റെ, അതായത് മുമ്പത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ സമയമാണ്. അമ്മയുടെ അടുത്ത് ഞാൻ ഒരു വീക്ക്ലി അപ്ഡേറ്റ് പോലെ എല്ലാം കൊടുക്കും. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെഫിനറ്റ്ലി അമ്മമാർക്കും ആ ഒരു ആദ്യമുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ എല്ലാ വീക്ക്ലി അപ്ഡേറ്റ് കൊടുക്കുക, ഡെയിലി വിളിക്കും, എല്ലാ വീക്ക്ലി അപ്ഡേറ്റ് കൊടുക്കുമായിരുന്നു അമ്മയ്ക്ക്. അപ്പം ഞാൻ നാട്ടിൽ പോയി, ഒരു വീക്കെൻഡ് ഞാൻ നാട്ടിൽ പോയി ലീവ് എടുത്തിട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, ആരാ? പറഞ്ഞു, എൻ്റെ ടീമിലുള്ളതാണ്, എൻ്റെ ടീമിലെ മാനേജറാണ്, ഇതാണ് വൈശാഖ് എന്നാണ് പേര്, പുള്ളിക്ക് 24 വയസ്സാണ്. എല്ലാ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ ഓൾറെഡി മനസ്സിലിങ്ങനെ ഒരു പിച്ചുണ്ട് എനിക്ക്, എന്തൊക്കെ പറയണം അമ്മേനെ കൺവിൻസ് ചെയ്യാൻ. പോയിന്റ് ബൈ പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ബ്രൗണി പോയിന്റ്സ് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ആദ്യം എടുത്ത് വെച്ചിട്ട്, അതായത് പുള്ളി NITക്ക് അലുമിനി ആണ്, പുള്ളി ഞങ്ങളുടെ ടീമിന്റെ മാനേജറാണ്, പുള്ളിയുടെ പേര് വൈശാഖ് എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ മുന്നിൽ ബ്രൗണി പോയിന്റ്സ് കിട്ടാനുള്ള എല്ലാം പോയിന്റ്സ് ഞാൻ ആദ്യമേ എടുത്തിട്ടു. സോ അമ്മയുടെയും അപ്പയുടെയും പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുക്കൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നല്ല ജോലി ഉണ്ടാവണം. സോ ഇത് 3 പറഞ്ഞാൽ അവരുടെ മേജർ ക്രൈറ്റീരിയ. വേറെ ഒന്നും അവർ നോക്കില്ല. അപ്പോൾ എൻ്റെ പണ്ടേ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ അമ്മ ഇത് കേട്ടപ്പോഴത്തേക്ക് ഓക്കെ, ആള് എൻ്റെ മാനേജർ, അപ്പോൾ ഓക്കെ, വർക്ക് വൈസ് ഓക്കെയാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട്, NITക്ക് അലുമിനിയാണ്, അപ്പോൾ NIT പാസ് ഔട്ട് ആണെന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളി, നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും, പിന്നെ പേരൻസ് അമ്മ ഹെഡ് മിസ്ട്രസും അച്ഛൻ SIയും. അപ്പോൾ ഡബിൾ ഓക്കെ, ഫാമിലി വൈസും അടിപൊളി. അനിയത്തിയാണുള്ളത്, അവൾ പഠിക്കുന്നു, അല്ല അവളും ബൈജൂസിലാണ് വർക്ക് ചെയ്യണത്, ആ സമയത്ത് ബൈജൂസിലാണ് വർക്ക് ചെയ്യണത്. അപ്പം എല്ലാം കൊണ്ടും ഒരു സെറ്റ് ആയിട്ടുള്ള ഫാമിലി എന്താണ്. അപ്പം അമ്മയുടെ കയ്യിൽ നിന്നൊരു ഗ്രീൻ ടിക്ക് വന്നു, ഡബിൾ ടിക്ക് വന്നു. അമ്മ പറഞ്ഞു ഓക്കെ. അമ്മ ഇങ്ങനെ ഫുള്ള് കളിയാക്കിയാണ്, കാരണം അങ്ങനെയൊക്കെയാണ് അമ്മ, അത് ഞങ്ങൾ ഡേറ്റിനൊക്കെ പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഫുൾ സ്റ്റോറി അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മയും സെറ്റ്. ഇനി മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പയുടെ എങ്ങനെ അവതരിക്കും. കാരണം എനിക്ക് ഭയങ്കര ചമ്മലാണ്, എനിക്ക് ഭയങ്കര ഞാനും അപ്പയും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഈ ഒരു കാര്യം നമുക്കൊരു ചടപ്പുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ അപ്പയെടുത്ത് പറയാൻ നമുക്ക് ഭയങ്കര ചടപ്പായിരിക്കില്ലേ. അപ്പം ഞാൻ അമ്മേനെ ഉന്തിത്തള്ളി വിട്ടു, അമ്മ പോയിട്ട് ഡീലായിക്കോ, എന്തായാലും സെറ്റാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ പോയിട്ട് അവർ യൂഷ്വലി മുറ്റത്താണ് ഇരിക്കുക, വരാന്തയിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കാം, ഞാനിങ്ങനെ മെല്ലെ കോഫി മഗ്ഗും കൊണ്ട് പോയിട്ട് ഇങ്ങനെ, ഇപ്പോൾ വീട്ടിനകത്തിരിക്കുകയാണ്, ഇവർ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവർ പറയണേ കൊടിഞ്ഞു കേൾക്കാൻ, അമ്മ ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നൊക്കെ കേൾക്കാൻ. അപ്പം ഇങ്ങനെ അമ്മ പറഞ്ഞു, അതെ നമ്മുടെ അല്ലു ഇങ്ങനെ പറയാനുണ്ടായിരുന്നു, അവളുടെ ടീമിലെ മാനേജറിന് ഇങ്ങനെ അവൾ ഇഷ്ടമാണ്, അപ്പോൾ ഒരു കല്യാണ പ്രപ്പോസൽ പോലെ. അപ്പം പ്രപ്പോസൽ പോലെ അവർക്ക് ഇങ്ങനെ പ്രായമായിട്ടുള്ളൂ, 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം പറഞ്ഞു, അല്ല ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് മതി, അവരിപ്പോൾ ചെറിയ റിലേഷൻഷിപ്പിലൊക്കെയാണ്. അപ്പം ഇങ്ങനെ റിലേഷൻഷിപ്പിലോ, ഇവക്ക് മതിയായില്ലേന്ന്. അപ്പോഴത്തേക്കും ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലേ അപ്പ, ഇത് ഭയങ്കര സീരിയസ് ആണ്, എന്താണ് പുള്ളി ഇങ്ങനെയൊക്കെയാണ്, പുള്ളിയുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, പുള്ളി ഫാമിലിയിൽ പറഞ്ഞു ടീച്ചറാണ്, അമ്മ ഇങ്ങനെ ഹെഡ് മിസ്ട്രസ് ആണ്, അച്ഛൻ ഇങ്ങനെ SI ആണ്, അപ്പോൾ എല്ലാം കൂടെ അടിപൊളിയാണ് അപ്പ, പുള്ളി അടിപൊളിയാണ്, പേരൻസും ഭയങ്കര സ്വീറ്റാണ്, അപ്പം എല്ലാം കൂടെ അടിപൊളിയാണപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു സർപ്രൈസിംഗ്ലി, അപ്പോൾ പറഞ്ഞു എല്ലാം അടിപൊളിയാണെങ്കിൽ പിന്നെ അടിപൊളി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണു കേട്ടോ. അതുവരെ ഞാനിങ്ങനെ ആലോചിച്ചത്, ദൈവമേ അപ്പം സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ കാലുപിടിക്കേണ്ടി വരുമല്ലോ, കരയേണ്ടി വരുമല്ലോ, ഒരു കംപ്ലീറ്റ് നാടകം തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ ഓർത്തു തല കറങ്ങിയും കൂടി വീഴാം, ഒരിത്തിരി ഇമ്പാക്റ്റ് കൂട്ടാൻ, തല കറങ്ങി വീണെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്നും വേണ്ടി വന്നില്ല, വളരെ സ്മൂത്ത് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, എല്ലാം അടിപൊളിയാണെങ്കിൽ എല്ലാം എല്ലാ ചെക്ക് ബോക്സും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം, പോട്ടെ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ സന്തോഷം കൂടെ തുള്ളിച്ചാടുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നേരെ വൈഷ്ണവിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിയും ഹാപ്പി. പിന്നെ നമ്മളുടെ ഡേറ്റിംഗ്
മേളകളാണ്. ഫുള്ള് ഡേറ്റ്സ്, ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, ഡിന്നർ കഴിക്കും. നമ്മളിങ്ങനെ ഇടയ്ക്ക് സ്റ്റേക്കേഷനും പോകും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ പോവുക, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരുമിച്ചാണ് പോവുക. അങ്ങനെ ബ്യൂട്ടിഫുൾ ടൈം. ആ സമയത്താണ് ഐഷു ആ ബോംബ് പൊട്ടിക്കുന്നത്. അവൾ പറഞ്ഞു, ഞാൻ ബൈജൂസ് വിടുകയാണ്, എനിക്കിനി ഐ ഡോണ്ട് തിങ്ക് എനിക്കിനി എന്തെങ്കിലും കൂടുതലായിട്ട് ഇവിടെ ചെയ്യാറുണ്ട് എന്ന്. അപ്പം എനിക്കും ഭയങ്കര സങ്കടം. കാരണം എനിക്ക് വൈഷുവിനൊപ്പം തന്നെ ഐഷുവും വേണമെന്നാണ്. പക്ഷെ അവളുടെ കരിയർ, അവളുടെ ലൈഫ് ചോയ്സസ് ഞാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് അവൾ ബൈജൂസ് വിടുന്നത് കേട്ടോ. ഞാൻ കുറച്ച് നാളും കൂടി കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങി. വൈഷക് സാറ് ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു കുറച്ച് നാളത്തേക്ക്. പിന്നെ ഞങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ഞാനും കമ്പനി മാറി അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ഏകദേശം എല്ലാ ആഴ്ചയും പുള്ളിനെ വിളിച്ച് കരയും. ഞാൻ പുള്ളി പോവാന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ കരച്ചിൽ തുടങ്ങിയതാണ്. കുറേ നാൾ ഞാനിങ്ങനെ, എനിക്ക് പോവണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ദുബായ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. എന്നുവെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കും പോകാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ എനിക്ക് പോകണ്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പുള്ളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 2 കൊല്ലം കഴിയാണ്ട് കല്യാണം എന്ന് പറയാൻ പറ്റില്ല. കാരണം 22 ഇയേഴ്സേ ഉള്ളൂ. ആ സമയത്ത് വൈഷുവിന് 24 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 24 ആവേണ്ട എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണമുണ്ട്, വൈഷുവിന് അനിയത്തിയുടെ കല്യാണമുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ചേച്ചി ഫുൾ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ചേച്ചിക്ക് ഇതൊരു ആവശ്യമായിട്ടോ ഇതൊരു വലിയ കാര്യമായിട്ടോ തോന്നിയിട്ടേ ഇല്ല. ചിപ്പിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഭയങ്കര ചില്ലാണ് ആള്. ചേച്ചി പറയാനുണ്ട് കേട്ടോ, കറക്റ്റ് ഒരാൾ, എനിക്ക് ഇണങ്ങിയ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് സെറ്റാവണം, എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ഐഡിയോളജിക്ക് സെറ്റാവണ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ കല്യാണം കഴിക്കും. പക്ഷെ അങ്ങനെ ഒരാൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചേച്ചി കല്യാണം കഴിച്ചില്ല. സോ പേരൻസും ചേച്ചിൻ്റെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. കാരണം ഇതൊരു നിർബന്ധിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പം ഞാൻ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് എൻ്റെ കല്യാണം കഴിപ്പിച്ചു. ചേച്ചി അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല, ഇനി കണ്ടുമുട്ടാം. അപ്പോൾ ആ സമയത്തായിരിക്കും ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ചേച്ചി അങ്ങനെ സെറ്റ് കൂളായിട്ടിരിക്കുന്ന സമയം. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ കെട്ടിക്കോടി, എന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചിലപ്പോൾ കെട്ടിയില്ലെന്ന് വരും, എന്ന് വെച്ചാൽ നീ കെട്ടാണ്ടിരിക്കും, അതുകൊണ്ട് യു ഗോ ഹെഡ് എന്ന് ചേച്ചീൻ്റെ ഗ്രീൻ സിഗ്നലും കെട്ടി. അപ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും ആ സങ്കടമില്ല. സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, ഓഫ് കോഴ്സ്. മോള് കല്യാണം കഴിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് അറിയാം റിയാലിറ്റി എന്താണ്. കാരണം വെറുതെ എടുത്ത് പിടിച്ച് കല്യാണം കഴിച്ചാൽ ഇപ്പോൾ എന്തോരം ഡിവോഴ്സ് കേസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചേച്ചീൻ്റെ രീതിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയുള്ളത് ആതിരയുടെ കല്യാണമാണ്. 23 നവംബർ 2016 എൻ്റെയും വൈഷ്ണവിൻ്റെയും ഫസ്റ്റ് ഡേറ്റ്. 2019 ഡിസംബർ 28 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. സോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 23 ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു. അതിലൂടെ ആക്ച്വലി എൻഗേജ്മെൻറ്റും കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞിരുന്നു കേട്ടോ ആ സമയത്തേക്ക്. അപ്പം പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റും പിന്നെ കല്യാണം ഫിക്സിങ്ങും എല്ലാം ആയത്. പക്ഷെ എന്താ കാര്യം, അങ്ങനെ 2020 നമ്മളുടെ കോവിഡ് വന്ന് ഭവിക്കുകയാണ്. അങ്ങനെ കോവിഡ് വന്നപ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, ആകെ സീൻ. എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ എന്താണ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ പെട്ടു. ഞാനും വൈഷുവും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ബാംഗ്ലൂർ വൈഷുവിൻ്റെ ഫ്ലാറ്റിലാണ് പെട്ടത്. കാരണം ആ സമയത്തേക്ക് ഞങ്ങൾ പുതിയ വീട് എടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി, അവർക്ക് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അതും സ്റ്റാൻഡ് സ്റ്റില്ലായി. ഞങ്ങൾ പറഞ്ഞു ഏപ്രിൽ തൊട്ട് ഞങ്ങൾക്ക് വീട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും അഡ്വാൻസ് ഒക്കെ കൊടുത്തു, ഞങ്ങൾക്ക് ഈ വീട് വേണം, ഏപ്രിൽ തൊട്ട് ഇങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ അഡ്വാൻസ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഏപ്രിലൊക്കെ നല്ല പീക്ക് കോവിഡ് അല്ല. ഞങ്ങൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ ഞങ്ങളുടെ വെരി ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള സന്തോഷിൻ്റെ, നമ്മൾ സന്മൻ വിളിക്കും, സന്മൻ്റെ കല്യാണത്തിനൊക്കെ ഡൽഹിയിൽ പോയിട്ട് വന്ന സമയമാണ് കേട്ടോ. സോ ആ സമയത്തൊക്കെ കോവിഡ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഓഫീസിൽ ഇങ്ങനെ ലഞ്ച് കാഫറ്റീരിയയിൽ ഇരിക്കുമ്പോഴത്തേക്കും ടി വിയിൽ ഇങ്ങനെ കാണിക്കും കോവിഡ്, ചൈനയിൽ ഇങ്ങനെ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇങ്ങനെ ഡിസീസ് പുറപ്പെട്ടിട്ടുണ്ട്. സോ എല്ലാവരും കെയർഫുൾ ആവുക. പക്ഷേ ജന്മത്തെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അത് ഇന്ത്യയിലേക്ക് വരുന്നോ, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരുന്നോ, എൻ്റെ കല്യാണം എഫക്റ്റ് ചെയ്യുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നത്തി അയ്യോ കഷ്ടം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു മാസത്തിനുള്ളിൽ അത് ഇന്ത്യയിലെത്തി, കോവിഡ് കേരളത്തിലെത്തി, ഫുൾ ഷട്ട് ഡൗണുമായി, നമ്മൾ വീട്ടിൽ കുത്തിയിരിപ്പുമായി. അങ്ങനെ ഞാനും വൈഷുവൊക്കെ ഇങ്ങനെ വൈഷുവിൻ്റെ ഫ്ലാറ്റിൽ പെട്ട സമയം. ഞാനാണല്ലോ ആ സമയത്ത് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഞാൻ കുറച്ച് നാൾ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം കല്യാണം പ്രമാണിച്ച് കുറച്ച് ഗ്ലോ അപ്പിനൊക്കെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ജോലിക്ക് കയറാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ, പുതിയ വീട്ടിലേക്ക് മാറിയിട്ട്. അപ്പം ഞാൻ വീട് ഓൾറെഡി വെക്കേറ്റ് ചെയ്തിരുന്നു, എൻ്റെ റെൻറ്റഡ് വീട്ടിൽ നിന്ന് ഓൾറെഡി വെക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാനും പറ്റിയില്ല, വൈഷുവിന് നാട്ടിൽ പോകാൻ പറ്റില്ല. നമ്മളൊക്കെ പെട്ട് ഡെഡ് ലോക്ക്. അങ്ങനെ ഏപ്രിലായപ്പോഴും നമുക്ക് കല്യാണം നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം നമ്മളവിടെ എത്തിയല്ലേ കല്യാണം നടക്കുള്ളൂ. കല്യാണം നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല.
അങ്ങനെ വെയിറ്റ് ചെയ്തു അവസാനം കല്യാണം മാറ്റാമെന്നുള്ള ഡിസിഷനായി. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിലേക്കായി കല്യാണം. ഓഗസ്റ്റിലേക്ക് ആക്കി. മെയ് ആയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോവാം, ഒരു പെർമിറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എസ്കേപ്പ് ആവാം. ആ സമയത്ത് ആതിരു പ്രഗ്നൻ്റ് ആണ്. ആതിരൂടെ പ്രഗ്നൻസി അല്ലെങ്കിൽ ആതിരൂടെ ഡെലിവറി ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 28 മെയ്നാണ്. അപ്പം പിന്നെ ആദ്യമായി അഭിയേട്ടൻ ഇവിടെ സ്റ്റക്കായി. ആതിരു പ്രസവത്തിൻ്റെ 7ാം മാസം ആയപ്പോഴത്തേക്ക് അവൾ നാട്ടിലേക്ക് പോയിരുന്നു. അമ്മയും അച്ഛനും വന്ന് അവളെ കൂട്ടിയിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ലോക്ക്ഡൗൺ വരുന്നതും അഭിയേട്ടൻ എവിടെ പെടുന്നതും ഞങ്ങൾ എവിടെ പെടുന്നതൊക്കെ. അപ്പോൾ കൊച്ചിൻ്റെ പ്രസവമാകുമ്പോഴത്തേക്കും അഭിയേട്ടനെത്തണം, വൈഷുവിനെത്തണം, എനിക്കും നാട്ടിൽ എത്തണം. കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ. അപ്പോഴത്തേക്കും മെയ്യിൽ പിന്നെ എല്ലാവരും ഒത്തിരി ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങിയല്ലോ. മെയ് 2020 ആയപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ പെർമിറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാനായി. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോവായി. ആ സ്പെഷ്യൽ പെർമിറ്റ് കിട്ടി, നമ്മളങ്ങനെ നാട്ടിലേക്ക് പോവായി. അങ്ങനെ അഭിയേട്ടൻ ജസ്റ്റ് ഇൻ ടൈം. ഇന്നാണ് പ്രസവമെങ്കിൽ 2-3 ദിവസം മുന്നേ വൈഷുവും അഭിയേട്ടനും നാട്ടിലെത്തി. പക്ഷെ അവർക്ക് ക്വാറന്റൈൻ ഉണ്ട് 14 ദിവസം. ആ സമയത്ത് ക്വാറന്റൈൻ 14 ദിവസമാണ്. അങ്ങനെ അവർ ക്വാറന്റൈൻ ആയിരുന്നു. അവർ ക്വാറന്റൈൻ എന്ന സമയത്ത് ഇവിടെ പ്രസവം നടക്കുകയാണ്. ക്വാറന്റൈൻ പ്രസവം ക്വാറന്റൈൻ പ്രസവം അങ്ങനെയായിരുന്നു. എന്തായാലും അതൊക്കെ നടക്കുന്ന ഒരു വഴി കൂടെ. അപ്പോൾ വാവേനെ കണ്ടു. അങ്ങനെ ഒരു സൈഡിൽ ഞാനാണെങ്കിൽ ഇവിടെ വെഡ്ഡിങ് ഷോപ്പിങ്ങിന് ഒരു മനുഷ്യനും കട തുറക്കണില്ല കേട്ടോ. വളരെ കുറച്ച് നേരത്തേക്ക് കട തുറക്കും. ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ വെഡ്ഡിങ് സാരിയൊക്കെ ജയലക്ഷ്മി എന്നാണ് എടുത്തത്. സോ ജയലക്ഷ്മിയിലേക്ക് ഓടും. പെട്ടെന്ന് വേണം സെലക്ഷൻ. അധികം എല്ലാവരും മാസ്കിലാണ്. എന്നാലും ജയലക്ഷ്മിയിലൊക്കെ തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് സാരിയൊക്കെ എടുത്ത് വന്നു. പിന്നെ മലബാറിൽ പോയിട്ടാണ് ജ്വല്ലറി എടുത്തത്, ഫുള്ള് ഗോൾഡ് എടുത്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം. അപ്പം ഞങ്ങൾ ഓഗസ്റ്റ് എന്നുള്ളത് എന്തിനാണ് വെറുതെ ഓഗസ്റ്റ് വരെ വെച്ച് നീട്ടുന്നത്? കാരണം ഞങ്ങളെല്ലാവരും നാട്ടിലെത്തി. അപ്പോൾ ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു. ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു എന്തിനാണ് വെറുതെ ഓഗസ്റ്റ് വരെ നീട്ടുന്നത്? ഓഗസ്റ്റ് ആയാലും ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നണില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജൂലൈയിലാക്കിയാലോ കല്യാണം എന്ന് പറഞ്ഞു. കാരണം ഇനി വേറെ ആരെയും വിളിക്കാനില്ല, ആർക്കും കൂടാനും പറ്റില്ല. ആ സമയത്ത് കല്യാണം കൂടാൻ പറ്റുക 10-30 പേർക്കോ 25 പേർക്കൊറ്റേ കല്യാണം കൂടാൻ പറ്റുള്ളൂ ആ സമയത്ത്. അപ്പോൾ പിന്നെ പേരൻസ് പിന്നെ ഇത് കേട്ടപ്പോൾ പേരൻസും എല്ലാം ഓണാക്കി പെട്ടെന്ന്. കാരണം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് എന്നുള്ളത് ജൂലൈയിലേക്ക് പ്രീപോൺ ചെയ്തു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ജൂലൈയിലേക്ക് ആക്കി കല്യാണം. എക്സോട്ടിക്കയിലാണ് ഞങ്ങൾ കല്യാണം നടന്നത്. അവിടുത്തെ വലിയ ഹാളാണ് ബുക്ക് ചെയ്തത്. വലിയ ഹാളിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ 1000 പേരുടെ പരിപാടി ആവേണ്ടതായിരുന്നു ഞങ്ങളുടെ കല്യാണം. പക്ഷേ അതാണ് ചുരുങ്ങിയിട്ട് 25 പേരായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ വലിയ ഹാള് വിട്ടിട്ട് ഞങ്ങൾ മിനി ഹാളിലാണ് കല്യാണം നടത്തിയത്. കാരണം വലിയ ഹാൾ തുറക്കാൻ സമ്മതിക്കില്ല, ചെക്കിങ് ഉണ്ടാവും ആ സമയത്ത്, അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ഹാളിൽ കല്യാണം നടത്തി. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വേണമെന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫാമിലിക്ക് എല്ലാവർക്കും കണ്ണൂർ വെച്ചിട്ടാണ് കല്യാണം. കാരണം കണ്ണൂരിൽ എക്സോട്ടിക്ക ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റി. വൈഷുവിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഫാമിലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ കാസർഗോഡുള്ളവർക്കും പിന്നെ ചെറുവത്തൂരുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന്, ഞങ്ങൾ 2 പേരിനെ ഫ്രണ്ട്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് കേട്ടോ, ഫ്രണ്ട്സിന് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ഓൺലൈൻ കല്യാണം ഭയങ്കര പോപ്പുലർ അല്ലേ. സോ ഓൺലൈനായിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ലൈവ് സ്ട്രീം കൊടുത്തു. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള ആദ്യത്തെ കല്യാണങ്ങളിലൊന്ന് ലൈവ് സ്ട്രീം ചെയ്തത് കല്യാണം. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റി, അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ കല്യാണം കഴിയുന്നു. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. സോ അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നത്. സോ ഇതായിരുന്നു ഞങ്ങളുടെ കംപ്ലീറ്റ് ലവ് സ്റ്റോറി. പഴയ ഫോട്ടോസ് വെച്ചിട്ട് വൈഷുവിന് എന്താണ് തോന്നണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത് ഞാൻ വേറൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യാം കേട്ടോ. ബിക്കോസ് അതും ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഡു കമൻറ്റ് ബിലോ. ഫസ്റ്റും സെക്കൻഡും പാർട്ടും കാണാത്തവർ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ലെങ്തായി പോയി എന്ന് എനിക്കറിയാം. എനിക്ക് വൈഷുവിനെ ഈ വീഡിയോയിൽ കൊണ്ടുവരണമെന്നുണ്ടായി, പക്ഷെ പറ്റിയില്ല ഗൈസ്. വൈഷുവായിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാട്ടോ. ഞങ്ങളുടെ കുറേ പഴയ ഫോട്ടോസ് വെച്ചിട്ട് പുള്ളിയുടെ മെമ്മറി എന്താണ് ഈ ഫോട്ടോനെ കൊണ്ടെന്നുള്ള ആ വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.